ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പനീർ കറിയാണ്. പനീർ കറിക്ക് എണ്ണ വെച്ചതിന് ശേഷം ചൂടായതിന് ശേഷം അതിൻ്റെ കൂടെ സവാള അരിഞ്ഞത് എടുക്കുക. കുറച്ച് ഉപ്പിടുക. സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം ഒരുവിധം വഴന്ന് കഴിയുമ്പോൾ സവോള പേസ്റ്റ് ഇടുക. അയ്യോ, സവോള പേസ്റ്റ് നന്നായിട്ട് വെന്ത് വഴങ്ങണം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ചെയ്യുക. ഇത് നന്നായി വഴന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയുള്ള പേസ്റ്റ് ഇടുക. അതിനുശേഷം ഈ ടൊമാറ്റോ പ്യൂരി ചെയ്യുക. ടൊമാറ്റോ പ്യൂരി ചെയ്ത് നന്നായിട്ട് വഴങ്ങുക. ഈ എണ്ണ സവോളയിൽ നിന്ന് പുറത്ത് വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷമേ ഇത് ഈ പനീർ കറിക്ക് മാത്രം വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കില്ല, സൺഫ്ലവർ ഉപയോഗിക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവറും കുറച്ച് ബട്ടറുമാണ്. ഇത് ഒരുവിധം വഴന്ന് കഴിയുന്നതിന് ശേഷം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇത് നന്നായിട്ട് വഴന്ന് ഇതിൽ നിന്ന് ഈ എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കണക്ക്. വഴന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക. എത്രയാണ് ആവശ്യമായിട്ട് വരുന്നത്, ഓരോരുത്തർക്ക് ഓരോ എമൗണ്ട് ഉണ്ടല്ലോ, അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ വേണം. 2 സ്പൂൺ ഇടുക. മല്ലിപ്പൊടിയുടെ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി സിമ്മിലോ വെച്ച് അതിൻ്റെ പച്ചമണം പോകണം. ഞാൻ കുറച്ച് എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, അത് കാരണമാണ് ഈ അടിച്ചിരിക്കുന്നത്. എന്നാലും ഇത് നന്നായിട്ട് മൂക്കും. ഈ പച്ചമണം പോകുമ്പോൾ നല്ലൊരു മണം വരും. അതിനുശേഷം ഈ കാശ്മീരി ചില്ലി പൗഡർ, ഇത് കളറിനും അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വരുന്നതിനും ഉപയോഗിക്കും. ഇതിനും ഒരു ഇച്ചിരി ഏറെ നമ്മുടെ സാധാരണ മുളക് പൊടിയേക്കാളും ഇച്ചിരി ഏറെ മൂക്കണം. സാധാരണ മുളക് പൊടി കുറച്ചുകൂടി പെട്ടെന്ന് മൂക്കും, പക്ഷേ കാശ്മീരിക്ക് ഒരു പച്ചമണമൊക്കെ ഉള്ളത് കാരണം നന്നായിട്ട് ഒന്ന് മൂക്കണം. മൂക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നല്ലൊരു സ്മെല്ല് വരും. പച്ചപ്പൊടിയുടെയും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ള പൊടിയുടെ സ്മെല്ല് നമുക്കതിടുമ്പോൾ മനസ്സിലാകും. ഞാൻ ഇച്ചിരി എണ്ണ കുറച്ചതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് ഇച്ചിരി ബട്ടറും കൂടി ഇടും.
വരുന്നത്. ഇത് കുറച്ച് മൂത്തതിന് ശേഷം നമ്മൾ സാധാരണ നല്ല മുളക് പൊടി 1.5 സ്പൂൺ. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ വീട്ടിലും ഓരോരുത്തർക്കും ഓരോ എരിവിൻ്റെയും പുളിയുടെയും ഒക്കെ കണക്കും വ്യത്യാസങ്ങളും ഒക്കെ നമ്മുടെ കോട്ടയത്താണെങ്കിലും ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റാണ്. ഓരോ കുറച്ച് പേർക്ക് നന്നായിട്ട് ഇത് വേണം, എരിവ് വേണം. കുറച്ച് പേർക്ക് അത്രയും വേണ്ട എരിവ്. എനിക്കിച്ചിരി നന്നായിട്ട് എരിവ് വേണം. അതിനാണ് ഞാൻ ഇത്ര മുളക് പൊടി ഇട്ടത്. ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് നന്നായിട്ട് ഇറക്കണം. അത് നന്നായിട്ട് മൂക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മുളകും ഗരം മസാലയും എല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ടൊമാറ്റോ പ്യൂരി എൻ്റെ മൂത്ത കുട്ടിക്ക് ടൊമാറ്റോ ഇഷ്ടമില്ല. അപ്പം ഞാൻ കൊച്ചിലെ മുതലേ ഇങ്ങനെ ടൊമാറ്റോ ഇങ്ങനെയൊക്കെയായിരുന്നു അവന് കൊടുത്തുകൊണ്ടിരുന്നത്. അവനത് അറിയത്തില്ല. പക്ഷെ ഇന്നാണ് അവനത് ശരിയിലാവുന്നത് ഞാൻ ടൊമാറ്റോ ഇടുന്നുണ്ടെന്നുള്ള കാര്യം. കച്ചിസോ ഇത് നന്നായിട്ട് ഒന്ന് വേകട്ടെ. ഒന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ് വേവിക്കാം. A few moments later. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒന്ന് തുറന്നതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കണം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർക്കാത്ത കാരണം അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, ഒരു ടേസ്റ്റൊക്കെ അത് മാറും. തിളച്ച വെള്ളം നന്നായിട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇത് തിളങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. വളരെ സൂക്ഷിച്ച് നിൽക്കാവുള്ളൂ. ഒരു 10 ബാദാമും ഒരു 10 കശുവണ്ടി പരിപ്പും നന്നായിട്ട് പൊടിച്ച് വയ്ക്കണം. ഈ ബാദാമും ഈ കശുവണ്ടിയും ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം. ശേഷം നന്നായിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു, ചൂടുവെള്ളം കൂടി ഒഴിച്ചു. എനിക്ക് ഗ്രേവി കുറവായിട്ട് തോന്നി. നമുക്ക് ആവശ്യമുള്ള ഗ്രേവി അതിനനുസരിച്ച് എടുക്കണം. ഭയങ്കര തിക്കായിട്ട് തോന്നി, അത് കാരണം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഇപ്പം തിള വന്നതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇട്ട് ചൂപ്പിച്ചേക്കും. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന പനീരായിരുന്നു, അത് ഇതിനകത്തോട്ട് ഇട്ടുള്ളൂ. അപ്പം പനീറിന് കുറച്ച് വേവില്ലാത്ത കാരണം മുഴുവനായിട്ട് എടുത്തിരുന്നു. ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഈ പനീർ ഇട്ടതിന് കൂടെ ഇതിൻ്റെ എന്തുവാ ഞാൻ പറഞ്ഞ ഇതിൻ്റെ പേരാണ് ആൽമണ്ടും കാഷ്യൂവും കൂടി പൊടിച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ ഈ ഗ്രേവി കുറച്ചുകൂടി ഗ്രേവി നന്നായിട്ട് കിട്ടും. ഗ്രേവി കുറച്ച് തിക്കാവും. കുറച്ചുകൂടി ഇടയ്ക്ക് ഉപ്പിട്ടായിരുന്നു, 1 സ്പൂൺ ഇട്ടായിരുന്നു. കുറച്ചുകൂടി നന്നായിട്ട് പനീറൊക്കെ ചേർക്കുമ്പോഴത്തേക്കും
നമ്മൾ ഉപ്പിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് പനീർ വലിച്ചെടുക്കുന്നുണ്ട്. ഒരിച്ചിരി ഒരു സ്പൂൺ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. ഒന്ന് വയ്ക്കുന്നു. കുറച്ചും അപ്പം ഉണ്ടായിരുന്ന വാട്ടറിനേക്കാളും കുറച്ചുകൂടി തിക്കാവുന്നു ഇത്. ഒരു 2 മിനിറ്റ്സ് കൂടി കഴിയുമ്പം നന്നായിട്ട് തിക്കാവും. ഒന്നുകൂടി ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി നന്നായിട്ട് തിക്കാവും. കുറച്ച് കൊത്തമീര, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഈ സ്റ്റൗവിൽ തന്നെ കുറച്ച് നേരം വയ്ക്കുക. ഇത്രേ ഉള്ളൂ പനീർ കറി. വേണമെന്നുള്ളവർക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഉപയോഗിക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ഇടും. ഇതാണ് ഞാനുണ്ടാക്കുന്ന ബട്ടർ സ്റ്റോപ്പ്. ഇതാണ് ഞാനുണ്ടാക്കുന്ന പനീർ കറി. ഇടയ്ക്ക് ഞാൻ ബട്ടർ പനീർ ഉണ്ടാക്കും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി റിച്ച് ആവാൻ വേണ്ടി ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ഫ്രഷ് ക്രീം ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം കേട്ടോ.